ഒരു വലിയ പങ്കാളുകളും പ്രശ്നങ്ങളുടെയും ബുദ്ധിമുട്ടുകളുടെയും കീഴിൽ നിന്ന് എങ്ങനെങ്കിലും വെളിയിൽ വരുവാൻ കഷ്ടപ്പെടുകയാണ്. എന്നാൽ സഹിഷ്ണുതയുള്ള ഒരു വ്യക്തി പ്രശ്നങ്ങളുടെയും ബുദ്ധിമുട്ടുകളുടെയും കീഴിൽ തന്നെ നിൽക്കുന്നതിന് മടി കാണിക്കില്ല. തൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെടുവാൻ അങ്ങനെയുള്ളവർ പരിശ്രമിക്കുകയില്ല. ജീവസന്ദേശത്തിൻ്റെ പ്രേക്ഷകർക്ക് ഞങ്ങളുടെ സ്നേഹവന്ദനം. ക്രിസ്തുവിൻ്റെ മഹത്വപ്രത്യക്ഷതയിൽ ദൈവരാജ്യ നിമിത്തം പീഡനം അനുഭവിക്കുന്നവർക്ക് ആശ്വാസം ലഭിക്കുമ്പോൾ പീഡിപ്പിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ പ്രതികാരമുണ്ടാകുമെന്നുള്ളത് ദൈവത്തിൻ്റെ നീതിയാകുന്നു. അവർ കർത്താവിൻ്റെ സന്നിധാനവും അവിടുത്തെ വല്ലഭത്വത്തോടുകൂടിയ മഹത്വവും വിട്ടകന്ന് നിത്യനാശം എന്ന ശിക്ഷാവിധി അനുഭവിക്കും. 2 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 4 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിലൂടെയാണ് ഇന്ന് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് തെസ്സലോനിക്കർക്ക് ആദ്യം എഴുതിയ ലേഖനം അവരുടെ ഇടയിൽ പല സംശയങ്ങൾക്കും കാരണമായി എന്ന് നാം കണ്ടു. ക്രിസ്തു തൻ്റെ സഭയെ ചേർക്കുവാൻ വന്നതിന് ശേഷം ഭൂമിയിൽ മഹാപീഡനകാലം ആരംഭിക്കുമെന്ന് പൗലോസ് അവരെ എഴുതി അറിയിച്ചു. അപ്പോൾ തന്നെ അവർ പീഡനങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവർ ചിന്തിച്ചു, പൗലോസ് പറഞ്ഞ മഹാപീഡനകാലത്തിലൂടെയാണ് തങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്നത്. കാരണം അവർ കടന്നുപോയ പീഡനങ്ങൾ അപ്രകാരം ഭീകരമായിരുന്നു. അതിൻ്റെ അർത്ഥം സഭയെ കർത്താവ് ചേർത്ത് കഴിഞ്ഞു എന്നാണല്ലോ. ഇത് തെസ്സലോനിക്കരെ കൂടുതൽ ബുദ്ധിമുട്ടിൽ കൊണ്ടെത്തിച്ചു. അതുകൊണ്ട് പൗലോസ് അവർക്ക് മറ്റൊരു ലേഖനം എഴുതിയതാണ് തെസ്സലോനിക്കർക്കുള്ള 2-ാമത്തെ ലേഖനം. 2-ാം ലേഖനത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം നാം വായിക്കുമ്പോൾ അവിടെ കാണുന്നത്, അതുകൊണ്ട് നിങ്ങൾ സഹിക്കുന്ന സകല ഉപദ്രവങ്ങളിലും കഷ്ടങ്ങളിലുമുള്ള നിങ്ങളുടെ സഹിഷ്ണുതയും വിശ്വാസവും നിമിത്തം ഞങ്ങൾ ദൈവത്തിൻ്റെ സഭകളിൽ നിങ്ങളെ ചൊല്ലി പ്രശംസിക്കുന്നു. ഞങ്ങൾ യോഗ്യമാകും വണ്ണം ദൈവത്തിന് എപ്പോഴും നിങ്ങളെക്കുറിച്ച് സ്തോത്രം ചെയ്യുവാൻ കടമ്പെട്ടിരിക്കുന്നു എന്നാണ് പൗലോസ് പറയുന്നത്. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ദൈവത്തിന് നന്ദി കരേറ്റുന്നത് ശരിയായ സംഗതിയാകുന്നു എന്നാണ് പൗലോസ് അവർക്ക് എഴുതുന്നത്. അവൻ പറയുന്നത്, നിങ്ങളുടെ വിശ്വാസം ഏറ്റവും വർദ്ധിച്ചും ആളാമ്പ്രതി നിങ്ങൾക്ക് എല്ലാവർക്കും അന്യോന്യം സ്നേഹം പെരുകിയും വരികയാൽ പുറമെ താങ്കളുടെ സഹോദരനോടുള്ള ആ ബന്ധത്തിൽ വളരാതെ അകമേ ദൈവത്തോടുള്ള ബന്ധത്തിൽ വളരുവാൻ നിങ്ങൾക്ക് സാധിക്കില്ല. ദൈവത്തോടുള്ള ബന്ധത്തിൽ കൃപയിലും അറിവിലും വിശ്വാസത്തിലും നിങ്ങൾ വളരുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ സഹോദരനോട് സ്നേഹത്തിൽ വളരും. ഇവിടുത്തെ പ്രധാന ചിന്ത സഹോദരനെ സ്നേഹിക്കുക എന്നതാണ്. അതെ, മറ്റൊരു ദൈവപൈതലിനെ സ്നേഹിക്കുക. ഇതുവരെ ദൈവപൈതലായിട്ടില്ലാത്തവരോടുള്ള മനോഭാവം ഈ പറഞ്ഞ സ്നേഹമല്ല. ഒന്നാമത് അവരോട് സഹതാപവും അവരെ ക്രിസ്തുവിന് വേണ്ടി നേടുവാനുള്ള ഒരു കരുതലും സ്നേഹവുമാകുന്നു ഉണ്ടാകേണ്ടത്. ഇന്ന് ബൈബിളിൽ എവിടെയെങ്കിലും സ്നേഹമെന്ന് കണ്ടാൽ അത് കാണുന്ന മനുഷ്യരെ എല്ലാം സ്നേഹിക്കുന്ന ഒരേ ഒരു കാര്യമാകുന്നു എന്നാണ് അനേകരും ചിന്തിക്കുന്നത്. അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. ദൈവമക്കളെ സ്നേഹിക്കുന്ന കാര്യമാകുന്നു ഇവിടുത്തെ പ്രധാന ചിന്ത, മറക്കരുത്. മറ്റുള്ളവരെ തള്ളിക്കളയണമെന്നുള്ള അർത്ഥത്തിലല്ല. ഇത് 2 ചിന്താഗതിയാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവം അല്പം പ്രശ്നങ്ങളൊക്കെ അയക്കണം. കാരണം ആ ചിട്ട നമ്മുടെ ജീവിതത്തിൽ സഹിഷ്ണുത കൊണ്ടുവരും. ഭാവിയിലേക്ക് പ്രത്യാശയോടെ നോക്കുവാൻ അത് നമ്മെ ശക്തീകരിക്കും. 4-ാം വാക്യത്തിൽ നാം കണ്ടല്ലോ, അതുകൊണ്ട് നിങ്ങൾ സഹിക്കുന്ന സകല ഉപദ്രവങ്ങളിലും കഷ്ടങ്ങളിലുമുള്ള നിങ്ങളുടെ സഹിഷ്ണുതയും വിശ്വാസവും നിമിത്തം ഞങ്ങൾ ദൈവത്തിൻ്റെ സഭകളിൽ നിങ്ങളെ ചൊല്ലി പ്രശംസിക്കുന്നു എന്ന്. സഭ മഹോപദ്രവത്തിലൂടെ കടന്നു പോകില്ല, എന്നാൽ ചെറിയ ഉപദ്രവങ്ങളിലൂടെയൊക്കെ കടന്നു പോകും. ചെറിയ പീഡനങ്ങളിലൂടെ, കഷ്ടങ്ങളിലൂടെ. നമുക്കെല്ലാം ഇവിടെ കഷ്ടങ്ങളുണ്ടല്ലോ. അതേ സുഹൃത്തെ, കഷ്ടങ്ങളും പ്രശ്നങ്ങളും ഒന്നുമില്ലാത്ത ഒരു ജീവിതം താങ്കൾ ഇവിടെ സ്വപ്നം കാണേണ്ടതില്ല. ദോഷൈക ദൃക്കായി ഞാൻ സംസാരിക്കുകയല്ല. താങ്കൾക്കിപ്പോൾ യാതൊരു പ്രതിസന്ധികളും ഇല്ല എങ്കിൽ, യാതൊരു കഷ്ടങ്ങളും ഇല്ല എങ്കിൽ ഏതോ കുഴപ്പമുണ്ട് എന്ന് ഞാൻ പറയൂ.
കാരണം കർത്താവ് തൻ്റെ മക്കളെ ശിക്ഷണത്തിൽ മുൻപോട്ട് കൊണ്ടുപോകുന്നു, ഡിസിപ്ലിനിൽ. സഹിഷ്ണുത നാം വായിച്ചല്ലോ, സഹിഷ്ണുത. വളരെ രസകരമായൊരു വാക്കാണ് ഈ സഹിഷ്ണുത. ഗ്രീക്കിൽ ഇതിനുപയോഗിച്ചിരിക്കുന്ന വാക്കിൻ്റെ അക്ഷരാർത്ഥം എന്തിൻ്റെയെങ്കിലും കീഴിൽ നിൽക്കുക എന്നതത്രേ. അതിൻ്റെ അർത്ഥം കീഴിലായിരിക്കുന്നു എന്നത്രേ. വലിയ പങ്കാളുകളും പ്രശ്നങ്ങളുടെയും ബുദ്ധിമുട്ടുകളുടെയും കീഴിൽ എങ്ങനെയെങ്കിലും ആയാൽ അതിൽ നിന്ന് വെളിയിൽ വരുവാൻ ആകെ കഷ്ടപ്പെടുകയാണ്. എന്നാൽ സഹിഷ്ണുതയുള്ള വ്യക്തി പ്രശ്നങ്ങളുടെയും ബുദ്ധിമുട്ടുകളുടെയും കീഴിൽ തന്നെ നിൽക്കും. അവൻ ആ ചുമട് ചുമന്നുകൊണ്ടേ നിൽക്കും. അവൻ അത് എടുത്ത് എറിഞ്ഞു കളയുകയില്ല. തൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെടുവാൻ അവൻ പരിശ്രമിക്കുകയില്ല. ഇന്ന് പലരും ഉത്തരവാദിത്വം ഒന്നുമില്ലാത്ത ഒരു ജീവിതമാകുന്നു സ്വപ്നം കാണുന്നത്. അനുഗ്രഹം വേണം, എന്നാൽ ഉത്തരവാദിത്തങ്ങൾ വേണ്ട. പണം വേണം, അതിൻ്റെ വില കൊടുക്കുവാൻ തയ്യാറല്ല. സുഖം വേണം, എന്നാൽ ഉത്തരവാദിത്വം എടുക്കുവാൻ തയ്യാറല്ല. എല്ലാ രംഗങ്ങളിലും ഇത് തന്നെയാണ് വാസ്തവം. ആ കാലത്തെ റോമൻ ലോകത്ത് ഈ തെസ്സലോനിക്ക വിശ്വാസികൾക്ക് യഥാർത്ഥ ഒരു സാക്ഷ്യമുണ്ടായിരുന്നത് നാം കാണുന്നു. അത് എല്ലായിടത്തും പ്രസിദ്ധവുമായിരുന്നു. ഈ വിശ്വാസികളുടെ സഹിഷ്ണുതയും വിശ്വാസവും ഇളക്കമില്ലാത്തതായിരുന്നു എന്നാണ് പൗലോസ് പറയുന്നത്. അവർ വളരെയേറെ പ്രശ്നങ്ങളിലൂടെയും പീഡനങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും പോയിട്ടും അവരുടെ വിശ്വാസം കുലുങ്ങിയില്ല. അവർ ക്രൂരമായ പീഡനം അനുഭവിക്കേണ്ടി വന്നു, എന്നാൽ അവരുടെ സഹിഷ്ണുത എല്ലാവരും അറിഞ്ഞിരുന്നു. അതെ, കഷ്ടങ്ങളിലൂടെ പോകുമ്പോൾ അത് മറ്റുള്ളവർക്കൊരു വലിയ മാതൃകയായിരുന്നു. പിറുപിറുക്കുന്നതും അക്ഷമരായിരിക്കുന്നതുമല്ല, പിന്നെയോ സഹിഷ്ണുത, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി നാം കാണുന്നത്. കഷ്ടങ്ങൾ ഏതോ അപൂർവ കാര്യമല്ല. ഈ ആയുസ്സിൽ നമുക്ക് കഷ്ടങ്ങൾ ഉണ്ടാകുമെന്ന് ദൈവത്തിൻ്റെ വചനം വ്യക്തമാക്കുന്നുണ്ട്. പത്രോസ് ഇപ്രകാരമാണ് പറയുന്നത്. 1 പത്രോസ് 4 അധ്യായത്തിൻ്റെ 12 വാക്യത്തിൽ, പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയെങ്കിൽ ഒരു അപൂർവ കാര്യം നിങ്ങൾക്ക് വന്നുകൂടി എന്ന് വെച്ച് അതിശയിച്ചു പോകരുത്. മനസ്സിലായല്ലോ? ചിലപ്പോൾ ക്രിസ്തു വിശ്വാസികൾ തന്നെ പറയുന്നത് കേട്ടിട്ടില്ലേ, എനിക്കിങ്ങനെ സംഭവിക്കുവാൻ ദൈവം എന്തുകൊണ്ട് അനുവദിച്ചു എന്നാണ് എനിക്കൊരു പിടിയും കിട്ടാത്തത്. ആരും ഇതുവരെ ഇതുപോലൊരു പ്രശ്നത്തിലൂടെ പോയിട്ടില്ല. എന്തൊരു കഷ്ടമാണെന്ന് ഓർക്കണമേ. അപ്രകാരത്തിലുള്ള പ്രസ്താവന ശരിയല്ല എന്ന് പറയുന്നതാണ് സുരക്ഷിതം. താങ്കൾ ഏത് വിധത്തിലുള്ള കഷ്ടങ്ങളിലൂടെ പോയെന്നാലും താങ്കൾക്കതിന് കൂട്ടുണ്ട്. നമുക്ക് കഷ്ടങ്ങൾ വരിക എന്നുള്ളത് അപൂർവ കാര്യമൊന്നുമല്ല. വിശുദ്ധ പത്രോസ് തുടർന്ന് പറയുന്നത് 4 അധ്യായത്തിൻ്റെ 13 വാക്യത്തിൽ, ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചു കൊള്ളുവിൻ. അങ്ങനെ നിങ്ങൾ അവൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ചാനന്ദിപ്പാൻ ഇടവരും. ചില വിശ്വാസികൾ സ്വയം കഷ്ടങ്ങളിൽ ചെന്ന് ചാടാറുണ്ട്. പത്രോസ് നൽകുന്നൊരു മുന്നറിയിപ്പ് 15 വാക്യത്തിൽ നാം കാണുന്നുണ്ട്. ഞാൻ വായിക്കുന്ന 1 പത്രോസ് 4 അധ്യായത്തിൻ്റെ 15 വാക്യം. നിങ്ങളിൽ ആരും കുലപാതകനോ കള്ളനോ ദുഷ്പ്രവൃത്തിക്കാരനോ ആയിട്ടല്ല കഷ്ടം സഹിക്കേണ്ടത്, പരകാര്യത്തിൽ ഇടപെടുന്നവനുമായിട്ടല്ല. ഒരു വിശ്വാസി വേണമെങ്കിൽ സ്വയം ചൂടുവെള്ളത്തിൽ വീഴാവുന്നതാണ്. അതെ, ഒത്തിരി സംസാരിക്കുന്നതിനാൽ മറ്റുള്ളവരെക്കുറിച്ച് സംസാരിച്ച് കഷ്ടത്തിൽ ചാടാവുന്നതാണ്. അനേകർ ഈ കാരണത്താൽ കഷ്ടപ്പെടുന്നത് ഞാൻ കാണാറുണ്ട്. ഇന്ന് അനേകരും കടന്നു പോകുന്ന കഷ്ടം സ്വയം വരുത്തി വെച്ചതാണ്. വിവാഹത്തിന് മുൻപ് തന്നെ അറിയാമായിരുന്നു അവിശ്വാസിയുമായി ഇണയില്ലാപ്പിണ കൂടരുതെന്ന്. പിന്നെ വിവാഹാലോചന വന്നപ്പോൾ പണവും സ്വത്തും ജോലിയും വിദ്യാഭ്യാസവും സൗന്ദര്യവും കുടുംബവും ഒക്കെ നോക്കിയപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമൊന്ന് വിട്ടു. ഇന്നെന്ത്? കുടുംബജീവിതത്തിലെ അസ്വസ്ഥത കണ്ട് ദൈവം അധികം പ്രതിഫലം തരുമെന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കാനാണ്? ഈ പറഞ്ഞ പ്രകാരങ്ങളിലുള്ള കഷ്ടങ്ങളിലൂടെ പോകുന്നത് കൊണ്ട് പ്രയോജനമൊന്നുമില്ല. ഇത് വിതച്ചത് കൊയ്യുകയാണ്. ജഡത്തിൽ വിത നിർത്തൂ, അതാണ് ആദ്യം ചെയ്യേണ്ടത്. അതല്ലാത്തത് ജീവിതത്തിൽ സഹിഷ്ണുത വളർത്തുന്ന ശിക്ഷണമല്ല എന്നോർക്കണം. അത് വിതച്ചത് കൊയ്യുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള വ്യാഖ്യാനവും നിങ്ങളുടേതായിട്ടുള്ള ചിന്താഗതിയും ഉണ്ടായേക്കാം. എന്നാൽ നിഷ്പക്ഷമായി ഒന്ന് ചിന്തിച്ചു നോക്കൂ. പത്രോസ് 4 അധ്യായത്തിൻ്റെ 16 വാക്യത്തിൽ പറയുന്നത്,
ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ലജ്ജിക്കരുത്. ഈ നാമം ധരിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക എത്ര വേണ്ടത്. സഹിഷ്ണുത ജീവിതത്തിൽ വർദ്ധിക്കുവാനായി ശിക്ഷണത്തിലൂടെ കടത്തിവിടുന്നതും ദുഷ്ടത പ്രവർത്തിച്ചതിൻ്റെ ശിക്ഷയും തമ്മിൽ വ്യത്യാസമുണ്ട്. ഞാൻ വിശദീകരിച്ചത് അതാണ്. ദൈവം തൻ്റെ മക്കളെ ശിക്ഷണത്തിൽ വളർത്തുന്നു. അവരുടെ വളർച്ചയ്ക്കും ഉന്നമനത്തിനും ഭാവിയിലേക്കുള്ള പ്രത്യാശയ്ക്കും സഹിഷ്ണുതയ്ക്കും വേണ്ടിയാണ് ദൈവം അത് ചെയ്യുന്നത്. ഒത്തിരി സുഖങ്ങൾക്ക് പുറകെ പോകേണ്ടതില്ല. അങ്ങനെ നാം ചെയ്യുമ്പോൾ കർത്താവിൻ്റെ വരവിനെക്കുറിച്ചുള്ള പ്രത്യാശ നമ്മളിൽ നിന്ന് നഷ്ടപ്പെടും. ഇന്നത്തെ സമൂഹത്തിൽ പറ്റിയിരിക്കുന്ന ഒരു വലിയ പരാജയമാണത്. സമൃദ്ധിയിൽ ആറാടുന്നവന് ഇതൊക്കെ കളഞ്ഞിട്ട് പോകുന്നതിനെക്കുറിച്ച് ഓർക്കുവാൻ തന്നെ പ്രയാസമാണ്. ഇത് തന്നെ സ്വർഗമെന്നാണ് പലരുടെയും ചിന്ത ഇന്നിപ്പോൾ അവർ ആയിരിക്കുന്ന സാഹചര്യം. അതുകൊണ്ട് കർത്താവിൻ്റെ വരവ് അല്പമൊന്ന് താമസിച്ചിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്നവരും കുറവല്ല. ജഡീകത്വം ഒരുതരം മയക്കുമരുന്നാണ്. ഇതിൻ്റെ ലഹരിയിൽ മനുഷ്യർ നശിക്കുന്നു. നാം 1-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ വായിക്കുന്നത്, അത് നിങ്ങൾ കഷ്ടപ്പെടുവാൻ ഹേതുവായിരിക്കുന്ന ദൈവരാജ്യത്തിന് നിങ്ങളെ യോഗ്യന്മാരായി എണ്ണും എന്നിങ്ങനെ ദൈവത്തിൻ്റെ നീതിയുള്ള വിധിക്ക് അടയാളമാകുന്നു. നമ്മുടെ കഷ്ടം നമ്മുടെ രക്ഷയ്ക്കുള്ളതല്ല, എന്നാൽ തീർച്ചയായും അത് നമ്മെ നമ്മുടെ നിത്യമായ അവസ്ഥയ്ക്കായി ഒരുക്കുന്നതാണ്. താങ്കളും ഞാനും നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതത്തിലേക്ക് തിരികെ നോക്കുമ്പോൾ ചിലരെങ്കിലും ചിന്തിക്കും, ദൈവമേ, അന്ന് അല്പം കൂടെ ശിക്ഷണം എനിക്ക് തന്നിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനേം എന്ന്. പലരും തങ്ങളുടെ ചെറുപ്പകാലത്തേക്ക് തിരിഞ്ഞു നോക്കി ഇന്ന് അതുപോലെ ചിന്തിക്കാറുണ്ട്. 8-ാം വാക്യം മുതൽ ദുഷ്ടന്മാരുടെ ന്യായവിധിയെക്കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് ഇത് തീർച്ചയായും അതിൻ്റെ മുഖവുരയാണെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. നമുക്ക് 6-ാമത്തെ വാക്യം ഒന്ന് നോക്കാം. കർത്താവായ യേശു തൻ്റെ ശക്തിയുള്ള ദൂതന്മാരുമായി സ്വർഗത്തിൽ നിന്ന് അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനായി ദൈവത്തെ അറിയാത്തവർക്കും നമ്മുടെ കർത്താവായ യേശുവിൻ്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും പ്രതികാരം കൊടുക്കുമ്പോൾ. ഇപ്പോൾ വായിച്ചതിനേക്കാൾ കുറെ കൂടി വ്യക്തമായ ഒരു തർജിമ ഞാനൊന്ന് വായിക്കട്ടെ. കർത്താവായ യേശു തൻ്റെ ശക്തിയുള്ള ദൂതന്മാരുമായി സ്വർഗത്തിൽ നിന്ന് അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് പീഡയും പീഡിതരായ നിങ്ങൾക്ക് ഞങ്ങളോടുകൂടെ ആശ്വാസവും പകരം നൽകും എന്നത് ദൈവത്തിൻ്റെ നീതി തന്നെ. അത് കുറെ കൂടെ വ്യക്തമല്ലേ? ദൈവം വിധിക്കുമ്പോൾ ദൈവം അതിൽ നീതിമാനായിരിക്കും. പൗലോസ് ചോദിക്കുന്ന ചോദ്യം ദൈവത്തിൻ്റെ പക്കൽ അനീതി ഉണ്ടോ എന്നത്ര. റോമാലേഖനം 9-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ ദൈവം ചെയ്യുന്നത് എന്തും തികച്ചും ശരിയാണ്. അവന് തെറ്റ് ചെയ്യുവാൻ കഴിയില്ല. നമുക്ക് സംഭവിച്ച ഏതെങ്കിലുമൊക്കെ കാര്യത്താൽ നാം പരാതിപ്പെടുന്നത് നമ്മുടെ അറിവില്ലായ്മ കൊണ്ടാണ്. നാം ദൈവത്തിൻ്റെ വഴികളെ മനസ്സിലാക്കുന്നില്ല എന്നതുകൊണ്ടാണ്. എന്നാൽ താൻ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും ദൈവം നീതിമാനാണ്. ദൈവത്തിന് വളരെ വ്യക്തമായൊരു ഉദ്ദേശമുണ്ട്. മഹാപീഡനം അയക്കുന്നതിലും ദൈവം നീതിമാനാണ്. അത് പാപികൾക്കുള്ള ന്യായവിധിയാണ്. അതെ, കർത്താവായ യേശു ന്യായം വിധിക്കുവാൻ വരുന്നു എന്നുള്ളതാണ് നാം കാണുന്നത്. 6 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ ഞാനതൊന്നുകൂടെ വായിക്കാം. കർത്താവായ യേശു തൻ്റെ ശക്തിയുള്ള ദൂതന്മാരുമായി സ്വർഗത്തിൽ നിന്ന് അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനായി ദൈവത്തെ അറിയാത്തവർക്കും നമ്മുടെ കർത്താവായ യേശുവിൻ്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും പ്രതികാരം കൊടുക്കുമ്പോൾ നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് പീഡയും പീഡ അനുഭവിക്കുന്ന നിങ്ങൾക്ക് ഞങ്ങളോടുകൂടെ ആശ്വാസവും പകരം നൽകുന്നത് ദൈവസന്നിധിയിൽ നീതിയല്ലോ. ആ നാളിൽ അവൻ തൻ്റെ വിശുദ്ധന്മാരിൽ മഹത്വപ്പെടേണ്ടതിനും ഞങ്ങളുടെ സാക്ഷ്യം നിങ്ങൾ വിശ്വസിച്ചതുപോലെ വിശ്വസിച്ച എല്ലാവരിലും താൻ അതിശയ വിഷയമാകേണ്ടതിനും വരുമ്പോൾ സുവിശേഷം അനുസരിക്കാത്തവർ കർത്താവിൻ്റെ സന്നിധാനവും അവൻ്റെ വല്ലഭത്വത്തോടു കൂടിയ മഹത്വവും വിട്ടകന്ന് നിത്യനാശമെന്ന ശിക്ഷാവധി അനുഭവിക്കും. യഥാർത്ഥത്തിൽ ദൈവവചനം സ്വർഗത്തെക്കുറിച്ച് വളരെ കുറച്ച് മാത്രമേ പറയുന്നുള്ളൂ. ശ്രദ്ധിക്കണം, വളരെ കുറച്ച് മാത്രമേ ദൈവവചനം സ്വർഗത്തെക്കുറിച്ച് പറയുന്നുള്ളൂ. അതിൻ്റെ കാരണങ്ങളിലൊന്ന്, അത് അതിമഹത്തായ ഒന്നാണ്. നമുക്കത് ഉൾക്കൊള്ളുവാൻ അല്ലെങ്കിൽ നമുക്കത് ഗ്രഹിക്കുവാൻ കഴിയുന്നതിനപ്പുറമാണ്. അത് മാത്രമല്ല, എനിക്ക് തോന്നുന്നത്
നാം സ്വർഗത്തെക്കുറിച്ച് മാത്രം അങ്ങനെ ചിന്തിച്ചിരുന്ന് ഭൂമിയിൽ ഒന്നിനും കൊള്ളാത്തവരാകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഇന്ന് അനേകർക്കും പറ്റിയിരിക്കുന്ന അബദ്ധം അതാണ്. ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട്, സ്വർഗത്തിൽ പോകുവാൻ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചാൽ മാത്രം മതിയെങ്കിൽ ഇനിയും ഞാൻ ഒന്നും ചെയ്യണമെന്നില്ലല്ലോ എന്ന്. അത് വെറും ബാലിശമായ ഒരു വാദമാകുന്നു. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഇവിടെ ഭൂമിയിൽ നമ്മുടെ പാദം നാം സൂക്ഷിച്ച് നോക്കണം, സൂക്ഷിച്ച് നടക്കണമെന്നത്രേ. അതേസമയം സ്വർഗത്തിലെ രത്നങ്ങൾ നമ്മുടെ ലക്ഷ്യമാക്കണം എന്നുമുണ്ട്. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ അവന് നമ്മുടെ ഈ ലോകത്തിലെ ജീവിതത്തെക്കുറിച്ചൊരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം നാം നിറവേറ്റണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. തിരുവചനം സ്വർഗത്തെക്കുറിച്ച് വളരെ കുറച്ച് മാത്രമേ പറയുന്നുള്ളൂ എന്ന് മാത്രമല്ല, നഷ്ടപ്പെട്ടവരുടെ അവസ്ഥയെക്കുറിച്ചും തിരുവചനം വളരെ കുറച്ച് മാത്രമേ പറയുന്നുള്ളൂ. അതിനു മുകളിൽ പരിശുദ്ധാത്മാവ് ഒരു തിരശീല ഇട്ടു എന്നുള്ളത് ഭയാനകമാണ്. നോക്കണേ, അനാരോഗ്യകരമായ ജിജ്ഞാസയെയോ പ്രതികാരവാഞ്ചയെയോ തൃപ്തിപ്പെടുത്തുവാൻ യാതൊന്നും ബൈബിളിൽ നൽകിയിട്ടില്ല. ദൈവം ന്യായവിധി നടത്തുമ്പോൾ അവൻ ഒരിക്കലും പകരം വീട്ടുവാനുള്ള മനോഭാവത്തോടെ അല്ല അത് ചെയ്യുവാൻ പോകുന്നത്. ദൈവം തൻ്റെ നീതിയും വിശുദ്ധിയും ശരിയാണെന്ന് വരുത്തുന്ന അല്ലെങ്കിൽ നീതീകരിക്കുന്ന ആ കാര്യമാണ് ദൈവം അങ്ങനെ ചെയ്യുന്നത്. നരകത്തെക്കുറിച്ചുള്ള നമ്മുടെ ജിജ്ഞാസയെ സംതൃപ്തിപ്പെടുത്തത്തക്കവണ്ണം തിരുവചനത്തിൽ യാതൊന്നും നൽകിയിട്ടില്ല. എന്നാൽ നമുക്കൊരു മുന്നറിയിപ്പ് നൽകുവാൻ ആവശ്യത്തിന് തിരുവചനത്തിലുണ്ട് എന്ന കാര്യം നാം ഓർക്കണം. വളരെ കുറച്ച് മാത്രം പറഞ്ഞിരിക്കുന്നതിനാൽ അത് യാഥാർത്ഥ്യത്തെക്കാൾ കുറവ് മാത്രമേ ഉള്ളൂ എന്നർത്ഥമില്ല. വാസ്തവത്തിൽ മറ്റാരേക്കാളും അധികം നരകത്തെക്കുറിച്ച് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. നരകമെന്നുള്ളത് ഭയാനകമായൊരു യാഥാർത്ഥ്യമാകുന്നു. ഞാൻ അതേക്കുറിച്ച് എൻ്റെ ഊഹാപോഹങ്ങളെല്ലാം പറയുവാൻ പോവുകയല്ല. പിന്നെയോ അതേക്കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഉദ്ധരിക്കുവാൻ മാത്രമാണ് ആഗ്രഹിക്കുന്നത്. കർത്താവായ യേശു തൻ്റെ ശക്തിയുള്ള ദൂതന്മാരുമായി സ്വർഗത്തിൽ നിന്ന് അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനാകുമ്പോൾ ദൈവത്തെ അറിയാത്തവരോടും നമ്മുടെ കർത്താവായ യേശുവിൻ്റെ സുവിശേഷം അനുസരിക്കാത്തവരോടും അവിടുന്ന് പ്രതികാരം ചെയ്യും. ഈ കൂട്ടർ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്നും അവിടുത്തെ മഹത്വകരമായ തേജസ്സിൽ നിന്നും അകന്ന് നിത്യനാശമെന്ന ശിക്ഷ അനുഭവിക്കും എന്നാണ് വ്യക്തമായി പറയുന്നത്. പലരും നരകമെന്ന യാഥാർത്ഥ്യത്തെ ഇന്ന് അംഗീകരിക്കുന്ന പോലുമില്ല. ഈ ആയുസ്സിൽ അവർ കടന്നു പോകുന്ന കഷ്ടങ്ങളും വേദനകളും ഒക്കെ മാത്രമാകുന്നു നരകമെന്നവർ ചിന്തിക്കുന്നു. ഇവിടുത്തെ ജീവിതം നരകമായി തോന്നുന്നു എങ്കിൽ സുഹൃത്തെ, അതിനേക്കാൾ എത്രയോ ഭയാനകമാകുന്നു ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന നിത്യനരകം. ഒരായുസ് മുഴുവൻ ഇവിടെ ഒരു നരകതുല്യമായ ജീവിതം ജീവിച്ചിട്ട് നിത്യമായ ഒരു നരകത്തിലേക്ക് പോകുന്ന അവസ്ഥ ശോചനീയമാണ്, പരിതാപകരമാണ്. ഈ ലോകത്തിലെ അന്യായമായതും താൽക്കാലികങ്ങൾ ആയതുമായ സുഖസന്തോഷങ്ങൾ ആസ്വദിക്കാനുള്ള താല്പര്യം കൊണ്ടാണ് പലരും നരകത്തെ അവഗണിക്കുന്നത്. നമ്മുടെ വിശ്വാസങ്ങൾ ചിലപ്പോൾ നടക്കാത്തതിലൂടെ ആഗ്രഹസമ്പൂർത്തി നേടുവാൻ വേണ്ടിയുള്ളതാകും. ഞാൻ വീണ്ടും പറയാം, നമ്മുടെ വിശ്വാസങ്ങൾ ചിലപ്പോൾ നടക്കാത്തതിലൂടെ ആഗ്രഹസമ്പൂർത്തി നേടുവാൻ വേണ്ടിയുള്ളതാകും. ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ, ഈ തെരഞ്ഞെടുപ്പുകളൊക്കെ വരുമ്പോൾ രാഷ്ട്രീയക്കാർ എല്ലാവരും പറയും, ഈ പ്രാവശ്യം ഞങ്ങൾ ജയിക്കുമെന്നുള്ളതിന് എന്താണ് സംശയം. ഇത് പറയുമ്പോൾ അവർക്ക് തന്നെ അറിയാൻ ജയിക്കത്തില്ലെന്ന്. അതിന് ഒരു സാധ്യതയുമില്ല എന്നവർക്കറിയാം. അതുപോലെ തന്നെ ക്രമസമാധാനത്തെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ ഒരു പ്രശ്നവുമില്ല, ഭയങ്കര സമാധാനമാകുന്നു എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? എന്നാൽ വാസ്തവത്തിൽ സമാധാനമാകുന്നുവോ? അതെ സുഹൃത്തെ, ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു നരകമുണ്ടെന്നുള്ള യാഥാർത്ഥ്യത്തെയും ഞാൻ അതിനെ അഭിമുഖീകരിക്കേണ്ടി വരും എന്ന സത്യത്തെയും മറച്ചു വെക്കുവാനാണ് പലരും ശ്രമിക്കുന്നത്. ക്രിസ്തു ഒരു ദിവസം ഈ ഭൂമിയിലേക്ക് മടങ്ങി വരുന്നു. ആദ്യം അവൻ തനിക്കുള്ളവരെ ഈ ഭൂമിയിൽ നിന്ന് എടുത്തു മാറ്റും. അതിനുശേഷമുള്ള അവൻ്റെ വരവ് ദുഷ്ടന്മാർക്കൊരു ഭീതിജനകം തന്നെയായിരിക്കും. ദൈവത്തെ അറിയാത്തവർക്കും നമ്മുടെ കർത്താവായ യേശുവിൻ്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും അത് ഒരു വലിയ ന്യായവിധിയായിരിക്കും. യോഹന്നാൻ എഴുതിയ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ഏക സത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു. താങ്കളുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ?
യേശു പറഞ്ഞു, യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 29-ാം വാക്യത്തിൽ, ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി അവൻ അയച്ചവനിൽ നിങ്ങൾ വിശ്വസിക്കുന്നതത്രേ. അതത്രേ ദൈവത്തിൻ്റെ വചനം. അതത്രേ വചനം പഠിപ്പിക്കുന്നത്. നരകത്തെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും സംസാരിക്കുന്നത് ജനസമ്മതിയുള്ള കാര്യമല്ല എന്നെനിക്കറിയാം. നാം സാധാരണ കേൾക്കാറുള്ള ക്രിസ്തീയ സാക്ഷ്യങ്ങൾ പോലും ഞാൻ എന്ന് മാത്രമാണ്. ഞാൻ എൻ്റെ തൊഴിലിൽ വിജയിച്ചു, ഞാൻ എൻ്റെ കുടുംബം രക്ഷിച്ചു, എൻ്റെ വ്യക്തിത്വം രൂപാന്തരപ്പെട്ടു, എൻ്റെ വിവാഹം തകർച്ചയിൽ നിന്നും ഞാൻ രക്ഷിച്ചു, ഞാൻ മദ്യപാനം നിർത്തി, ഞാൻ പ്രാർത്ഥിച്ച് രോഗം സൗഖ്യം ആയി. കർത്താവായ യേശുവിനെക്കുറിച്ച് അധികം ഒന്നും പറയാത്ത ഒരു സാഹചര്യമാണ് പലരുടെയും സാക്ഷ്യത്തിൽ കാണുന്നത്. ഞാൻ നരകത്തിലേക്ക് പോയിക്കൊണ്ടിരുന്ന ഒരു പാപിയായിരുന്നു, ഞാൻ നഷ്ടപ്പെട്ടിരുന്നു, അവൻ എന്നെ രക്ഷിച്ചു എന്ന് പറയുന്നു എങ്കിൽ അതെത്ര ഉന്നതമായിരിക്കും. ആ അനുഭവ സാക്ഷ്യങ്ങൾ താങ്കൾ എത്ര കേട്ടിട്ടുണ്ട്? പലപ്പോഴും തങ്ങൾ പണ്ട് ഏതോ വലിയ കാര്യം ചെയ്തിരുന്ന വലിയ ആളുകളായിരുന്നു എന്ന് കാണിക്കുവാനാണ് അനേകരും സാക്ഷ്യം തന്നെ പറയുന്നത്. എന്നെ കിട്ടിയത് ദൈവത്തിന് വലിയ കാര്യം ഏതാണ്ട് സാധിച്ചതുപോലെ. അവിടുന്ന് താങ്കൾക്ക് എന്തൊക്കെ തന്നു എന്ന് പറയുന്നതിനേക്കാൾ താങ്കളെ എന്തിൽ നിന്നൊക്കെ വിടുവിച്ചു എന്ന് പറയുന്നതാണ് ഒരു സാക്ഷ്യത്തിലെ പ്രധാനപ്പെട്ട കാര്യം എന്ന് ഞാൻ ചിന്തിക്കുന്നു. ഇത് നാം മറക്കരുത്. നമ്മുടെ രക്ഷകൻ ഈ ഭൂമിയിലേക്ക് വന്നതിൻ്റെ പരമോന്നതമായ ലക്ഷ്യം അതായിരുന്നു. അവിടുന്ന് നമ്മെ രക്ഷിക്കുവാനായി വന്നു. അവൻ നമുക്ക് പുതിയ വ്യക്തിത്വം തരുവാനോ നമ്മെ വിജയാളികളാക്കുവാനോ അല്ല പ്രാഥമികമായി വന്നത്. അതൊക്കെ കൂട്ടത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ്. എന്നാൽ നമ്മെ നരകത്തിൽ നിന്നും വിടുവിക്കുവാനാണ് കർത്താവ് വന്നത്. അത് പറയുന്നത് അത്ര ജനപ്രീതിയുള്ള കാര്യമല്ല എന്നെനിക്കറിയാം. അത് കേൾക്കുവാൻ ആളുകൾക്ക് താല്പര്യവുമില്ല. അങ്ങനെ പറയുന്ന 10 പേർ സാക്ഷ്യം പറയുവാൻ വരുന്നു എന്ന പരസ്യം ചെയ്താൽ കേൾക്കുവാൻ ആരും കാണില്ല. നഷ്ടപ്പെട്ട അവസ്ഥയിൽ കഴിഞ്ഞുകൂടുന്ന ആളുകളോട് നിങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് അവരെ നേരിടുവാൻ താല്പര്യമുള്ളവർ വളരെ ചുരുക്കമാണ്. താങ്കൾ ഉറങ്ങിക്കിടന്നിരുന്ന ഒരു കെട്ടിടത്തിന് തീ പിടിച്ചെന്നിരിക്കട്ടെ. ഇത് കണ്ട ഒരു മനുഷ്യൻ ഓടി വന്ന കെട്ടിടത്തിൽ പ്രവേശിച്ച് നിങ്ങളെ രക്ഷിക്കുവാനായി തയ്യാറായി എന്നിരിക്കട്ടെ. അയാൾ നിങ്ങളെ വലിച്ച് താഴേക്കിറക്കി നിങ്ങളെ കോരിയെടുത്ത് തോളിലിട്ടുകൊണ്ട് തീക്ക് വെളിയിൽ വന്നു. താങ്കളെ അയാൾക്ക് വളരെ ഇഷ്ടപ്പെട്ടതിനാൽ അയാളുടെ മകനായി പിന്നീട് ദത്തെടുത്തു എന്ന് ചിന്തിക്കുക. അയാളുടെ മനോഹരമായ വീട്ടിലേക്ക് താങ്കളെ കൊണ്ടുവന്നു. മനോഹരങ്ങളായ ഒരുപാട് സമ്മാനങ്ങൾ തന്നു, എല്ലാ സുഖസൗകര്യങ്ങളും. പിന്നീട് ഒരിക്കലൊരു വലിയ കൂട്ടം ആളുകളുടെ മധ്യത്തിൽ താങ്കളെ രക്ഷിച്ച ആ ആളിൻ്റെ സാന്നിധ്യത്തിൽ താങ്കളെ രക്ഷിച്ച വ്യക്തിയെക്കുറിച്ച് പറയുവാൻ, താങ്കളുടെ നന്ദി ആ വ്യക്തിയോട് അറിയിക്കുവാൻ ഒരവസരം ലഭിച്ചെന്നാൽ എന്തിനു വേണ്ടിയായിരിക്കും താങ്കൾ അദ്ദേഹത്തിന് നന്ദി പറയുന്നത്? താങ്കളെ അദ്ദേഹത്തിൻ്റെ മകനാക്കി തന്നതിനാണോ? തീർച്ചയായും താങ്കൾ അതിന് നന്ദി പറയും. വലിയ വീട്ടിൽ താമസിപ്പിച്ചതിനാണോ? സമ്മാനങ്ങൾ തന്നതിനാണോ? അതിനും നന്ദി പറയും. എന്നാൽ എന്തിലുമേറെ അദ്ദേഹത്തിൻ്റെ ജീവനെ വകവയ്ക്കാതെ നിങ്ങളുടെ ജീവനെ തീയിൽ നിന്നും രക്ഷിക്കുവാൻ തയ്യാറായതിനല്ലേ നന്ദി പറയുന്നത്? എരിതീയിൽ നിന്നും നിങ്ങളെ രക്ഷിക്കാതെ ഈ പറയുന്നതെല്ലാം നിങ്ങൾക്ക് തന്നെന്നാലും എന്താണ് വിശേഷം? മരണശേഷം ലഭിക്കുന്ന പുരസ്കാരം പോലിരിക്കും അത്. ജീവനാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ടത്. സുഹൃത്തെ, നഷ്ടപ്പെട്ടവരുടെ ന്യായവിധി അടുത്തു വരുന്നു. ആ കൂട്ടത്തിൽ തുടരുവാനാണ് താങ്കളുടെ ആഗ്രഹമെങ്കിൽ താങ്കളെ ന്യായം വിധിക്കും. യാഥാർത്ഥ്യം എന്തെന്ന് താങ്കളോട് ആരെങ്കിലും പറഞ്ഞേ മതിയാകൂ. അത് ഇതുവരെ ആരും താങ്കളോട് പറഞ്ഞിട്ടില്ല എന്നാണ് താങ്കൾ കരുതുന്നതെങ്കിൽ ഞാനിതാ ഇപ്പോൾ പറയുന്നു. ആരാണ് ഈ നഷ്ടപ്പെട്ടവർ? ഒന്നാമതായി അവർ ദൈവത്തെ അറിയാത്തവരാണ്. രണ്ടാമതായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം അനുസരിക്കാത്തവരാണ്. 10-ാം വാക്യത്തിൽ നാം വായിച്ചു, ഈ കൂട്ടർ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്നും അവിടുത്തെ മഹത്വകരമായ തേജസ്സിൽ നിന്നും അകന്ന് നിത്യനാശമെന്ന ശിക്ഷ അനുഭവിക്കുമെന്ന്. കർത്താവിനെ അറിയാത്തവരും യേശുവിൻ്റെ സുവിശേഷം അനുസരിക്കാത്തവരും ശിക്ഷിക്കപ്പെടുമെന്ന് മാത്രമല്ല, ക്രിസ്തു ന്യായവിധിക്കായി ഭൂമിയിലേക്ക് വരുന്നത് കർത്താവിൽ വിശ്വാസം അർപ്പിച്ച വിശ്വാസികളെ നീതീകരിക്കും. മാത്രമല്ല, അത് രക്ഷകനെ മഹത്വപ്പെടുത്തുകയും ചെയ്യും.
എത്ര ഉന്നതമായിട്ടുള്ള ഒരു പദവിയിലേക്കാണ് ഓരോ മനുഷ്യനെയും ദൈവം വിളിക്കുന്നത്. ഇത് മനസ്സിലാക്കുവാൻ കഴിയാത്തതാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. 11-12 വാക്യങ്ങൾ കൂടി ഞാൻ വായിക്കാം. 1-ാം അധ്യായത്തിൻ്റെ 11-12. അതുകൊണ്ട് ഞങ്ങൾ നമ്മുടെ ദൈവത്തിൻ്റെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെയും കൃപയാൽ നമ്മുടെ കർത്താവായ യേശുവിൻ്റെ നാമം നിങ്ങളിലും നിങ്ങൾ അവനിലും മഹത്വപ്പെടേണ്ടതിന് നമ്മുടെ ദൈവം നിങ്ങളെ തൻ്റെ വിളിക്ക് യോഗ്യരായി എണ്ണി സൽഗുണത്തിലുള്ള സകല താൽപ്പര്യവും വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയും ശക്തിയോടെ പൂർണ്ണമാക്കി തരണം എന്ന് നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുവിൻ്റെ നാമം നിങ്ങളിലും മഹത്വപ്പെടേണ്ടതിന് ദൈവം താങ്കളെ സമൃദ്ധിയിലേക്ക് നടത്തിയിട്ടുണ്ടെങ്കിൽ, സാമ്പത്തികമായി വിജയത്തിലേക്ക് നടത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. അത് നല്ല കാര്യമാണ്. എന്നാൽ പ്രതിസന്ധികളിലൂടെ വേദനകളിലൂടെ പോകുമ്പോഴും പുഞ്ചിരിക്കുന്ന ഒരു ദൈവപൈതലിൻ്റെ ജീവിതമാണ് എന്നെ കൂടുതൽ ആകർഷിക്കുന്നത്. തീർച്ചയായും ആ വ്യക്തിയിലൂടെ കർത്താവിൻ്റെ നാമം കൂടുതൽ മഹത്വപ്പെടും. ഭൗതിക സമൃദ്ധിക്ക് വേണ്ടി മാത്രം കാത്തിരിക്കുന്ന, അതിനുവേണ്ടി മാത്രം ദൈവത്തെ വിളിക്കുന്ന മനുഷ്യനോട് ഈ പറഞ്ഞതുപോലെ ദൈവം അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞാൽ അവന് താല്പര്യമായിരിക്കും, അല്ലേ? എന്നാൽ പ്രതിസന്ധികളുടെ മധ്യത്തിലും യഥാർത്ഥ സന്തോഷവും സമാധാനവും അനുഭവിക്കുന്നവരാണ് വലിയ സാക്ഷ്യം നൽകുന്നവർ എന്ന് നാം ഓർക്കണം. അതിനാണ് നാം വിളിക്കപ്പെട്ടിരിക്കുന്നത്. എത്ര മഹത്തായ ഒരു അനുഭവത്തിലേക്കാണ് നാം വിളിക്കപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായും ദൈവം നിങ്ങളെ ആ അനുഭവത്തിൽ കൂടുതൽ മുൻപോട്ട് പോകുവാൻ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മരണം കൊണ്ടും തന്നെ മഹത്വപ്പെടുത്തുമെന്ന് കർത്താവായ യേശുക്രിസ്തു സൂചിപ്പിച്ച ശിഷ്യനായിരുന്നു വിശുദ്ധ പത്രോസ്. അങ്ങനെ ഞാൻ ഒന്നിലും ലജ്ജിച്ചു പോകാതെ പൂർണ്ണ ധൈര്യം പൂണ്ട് ക്രിസ്തുവിൻ്റെ ശരീരത്തിങ്കൽ ജീവനാലാകട്ടെ മരണത്താലാകട്ടെ എപ്പോഴും എന്ന പോലെ ഇപ്പോഴും മഹിമപ്പെടുകയുള്ളൂ എന്ന് പ്രതീക്ഷിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നു എന്ന് വിശുദ്ധ പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവഹിതത്തിലായിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്തും ദൈവനാമത്തിൻ്റെ മഹത്വത്തിനാക്കി തീർക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്.